അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴിയിലുള്ള പുന്നയാർ വാട്ടർഫാൾസിലേക്കാണ്. ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ വാട്ടർഫാൾസിൽ ഒന്നാണ് നമ്മുടെ സ്വന്തം പുന്നയാർ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. തൊടുപുഴയിൽ നിന്ന് ഏകദേശം 38 കിലോമീറ്റർ ആണ് നമ്മുടെ ഈ ഒരു അടിപൊളി വാട്ടർഫാൾസിലേക്കുള്ളത്. ഇടുക്കിയുടെ സ്വന്തം അതിരപ്പള്ളിയായിട്ട് അറിയപ്പെടുന്ന ഒരു വാട്ടർഫാൾ കൂടിയാണ് നമ്മുടെ ഈ ഒരു പുന്നയാർ വാട്ടർഫാൾ എന്ന് പറയുന്നത്. തൊടുപുഴ വണ്ണപ്പുറം ചേലച്ചോട് റോഡിലെ കഞ്ഞിക്കുഴിക്ക് അടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു വാട്ടർഫാൾ വരുന്നത്. കഞ്ഞിക്കുഴി സിറ്റി എത്തുന്നതിന് തൊട്ട് മുമ്പ് താഴത്തായിട്ട് കാണുന്ന കുഞ്ഞു സിറ്റിയിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു വാട്ടർഫാളിലേക്ക് പോകുന്നത്. കൂടാതെ തന്നെ കഞ്ഞിക്കുഴി സിറ്റിയിൽ നിന്ന് നമുക്ക് ഈ ഒരു വാട്ടർഫാളിലേക്ക് തിരിഞ്ഞു പോകാനായിട്ട് സാധിക്കും. പുന്നയാർ വാട്ടർഫാൾസിന്റെ 2 സെക്ഷൻ ആയിട്ടുണ്ട്. പുന്നയാർ എയും പുന്നയാർ ബിയും ഉണ്ട്. പുന്നയാറിന്റെ വലിയ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏകദേശം വണ്ടി വെക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്കൊരു 1.5-2 കിലോമീറ്റർ നമുക്ക് ഈ ഒരു വാട്ടർഫാൾസിലേക്ക് നടക്കാനുണ്ട്. കുത്തനെയുള്ള ഇറക്കമാണ്. പുന്നയാർ വാട്ടർഫാൾസിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം നമുക്ക് ഇങ്ങനെ താഴത്തോട്ട് സ്ലീപ്പ് ആയിട്ടുള്ള ഒരു ഡൗൺ ഹില്ലാണ്. അപ്പോൾ അത് ഇറങ്ങിയിട്ട് വേണം താഴത്തോട്ട് നമ്മുടെ വാട്ടർഫാളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ പോയിക്കൊണ്ടിരിക്കുന്ന ആ സൈഡിൽ തന്നെ ഒരു ചെറിയ റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹോം സ്റ്റേ പോലെയൊക്കെ ഉണ്ട്. സൈഡിൽ നല്ല ഹില്ലിൻ്റെ ഒക്കെ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെയാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. ഇവിടെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ നിൽക്കുമ്പോൾ നമുക്ക് വാട്ടർഫാളിൻ്റെ സൗണ്ട് നല്ല അടിപൊളിയായിട്ട് കേൾക്കാൻ വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഇവിടം വരെയൊക്കെ വണ്ടിയും കൊണ്ട് വരുന്നതിന് വലിയ കുഴപ്പമില്ല. പിന്നെയും താഴത്തോട്ട് പോകുമ്പോൾ നമുക്കത് പാടായിരിക്കും. അപ്പോൾ റൈഡേഴ്സ് അത്യാവശ്യം റൈഡിങ് പരിപാടീസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇവിടം വരെ കൊണ്ടുവരാം. ബാക്കി താഴത്തോട്ടുള്ള റൈഡിങ് കുറച്ച് പാടായിരിക്കും. കുറച്ചധികം നമുക്കിങ്ങനെ നടക്കാനുണ്ട്. ഏകദേശം ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് വാട്ടർഫാൾസിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ പകുതി വരെ വണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നടക്കാനുള്ള ഏരിയ കുറച്ച് എന്താ പറയുക സ്റ്റീപ്പി ആയിട്ടുള്ള ഏരിയയാണ്. അപ്പം കുറച്ച് നോക്കിയും കണ്ടൊക്കെ വരണം. മഴയും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നോക്കി തന്നെ വരണം. വാട്ടർഫാൾസ് കാണാൻ പോകുമ്പോൾ നമുക്ക് ഒരു വാട്ടർഫാൾ മാത്രമല്ല, ഇപ്പോൾ നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് കൂടെ ഉണ്ട്. പെരിയാറിൻ്റെ എല്ലാവിധ ഭംഗികളോടുകൂടി പെരിയാർ ഒഴുകുന്ന ഒരു നല്ല അടിപൊളി ഒരു വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടെ ഉണ്ട്. അങ്ങോട്ടും കൂടെ നമുക്ക് ഇന്നൊന്ന് പോകാം. നേരെ ഇപ്പോൾ വ്യൂ പോയിന്റിലേക്കാണ് ആദ്യം പോകുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ നല്ല കിടിൽ നിന്നൊരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. പുന്നയാർ വന്നു കഴിയുമ്പോൾ എല്ലാവരും വാട്ടർഫാൾസ് മാത്രമാണ് കാണാൻ വരുന്നത്. അപ്പം ഈ ഒരു കിടിലും വ്യൂ പോയിന്റ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് പെരിയാറിൻ്റെ നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും. അപ്പുറത്ത് തന്നെ വേറൊരു അടിപൊളി 2-3 വാട്ടർഫാൾസും കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ താഴത്തൂടെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പെരിയാറും ഒഴുകുന്നുണ്ട്. ായിട്ടുള്ള നമ്മുടെ വ്യൂ പോയിന്റ് കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഇതാ കാത്തിരുന്ന ഒരു മൊമെന്റിലേക്കാണ് നമ്മുടെ വാട്ടർഫാൾസിലേക്ക് പോവുകയാണ് നമ്മൾ. അപ്പോൾ മനോഹരമായിട്ടുള്ള ഇടുക്കിയിൽ ആതിരപ്പള്ളി എന്നറിയപ്പെടുന്ന പുന്നയാർ വാട്ടർഫാൾസിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. സ്ലീപ്പി ആയിട്ടുള്ള സ്ഥലമാണ്. മാക്സിമം ശ്രദ്ധിച്ചിറങ്ങുക. അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഇറങ്ങാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ ഇടുക്കിയിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു അടിപൊളി വാട്ടർഫാളാണ് നമ്മുടെ പുന്നയാർ വാട്ടർഫാൾ എന്ന് പറയുന്നത്. അത്യാവശ്യം കുറേ നേരം നമ്മൾ ഈ വാട്ടർഫാൾസിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അല്ല അടിപൊളി ഒരു പ്ലേസാണ്. ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത പ്ലേസും കൂടിയാണ്. അപ്പോൾ പുതിയ ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബാക്കിയുള്ളതൊന്ന് ഷെയറും കൂടെ ചെയ്യണേ.